ഇറാൻ വിദേശകാര്യമന്ത്രി വീണ്ടും പാകിസ്ഥാനിലേക്ക്. സമാധാന ചർച്ചയ്ക്കായി ശനിയാഴ്ച US പ്രതിനിധികൾ എത്തും മുൻപേ പാകിസ്ഥാൻ സന്ദർശനം അവസാനിപ്പിച്ച് ഒമാനിലേക്ക് പോയ ഇറാൻ വിദേശകാര്യമന്ത്രിയും സംഘവും ഇസ്ലാമാബാദിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. റഷ്യയിലേക്ക് പോകുന്നതിന് മുൻപായി അബ്ബാസ് അരാക്ചി വീണ്ടും പാകിസ്ഥാനിലെത്തുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA ആണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ അരാക്ചിക്കൊപ്പം പാകിസ്ഥാനിലെത്തിയിരുന്ന സംഘത്തിലെ ഒരു വിഭാഗം പ്രതിനിധികൾ ഇറാനിലേക്ക് മടങ്ങിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാർഗനിർദ്ദേശം തേടിയാണ് ഇവർ ടെഹ്റാനിലേക്ക് പോയതെന്നും ഞായറാഴ്ച രാത്രി ഇവർ അരാക്ചിക്കൊപ്പം ചേരുമെന്നും ഇറാൻ വാർത്താ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് പാകിസ്ഥാനിലേക്കുള്ള US പ്രതിനിധികളുടെ യാത്ര പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. വെള്ളിയാഴ്ചയാണ് ആദ്യം അരാക്ചി മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനിലെത്തിയത്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സേനാ മേധാവി അസിം മുനീർ, പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്, വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വെടിനിർത്തൽ കാര്യത്തിലെ ഇറാന്റെ നിലപാട് പാകിസ്ഥാനോട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇറാൻ പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ച 2 മണിക്കൂർ നീണ്ടെന്ന് പാക് മന്ത്രി ധാർ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ കാര്യദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവർ ഇറാൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശനിയാഴ്ച പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു. ഇറാന്റെ ആവശ്യപ്രകാരമാണ് ഇതെന്നാണ് വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞത്. എന്നാൽ US സംഘവുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ സംഘം മടങ്ങിയതിനു പിന്നാലെയാണ് US പ്രതിനിധികളുടെ പാക് യാത്ര റദ്ദാക്കിയതെന്നും ട്രംപ് അറിയിച്ചു. ഇറാൻ പ്രതിനിധികൾ ചർച്ച ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർക്ക് എപ്പോൾ വേണമെങ്കിലും US-നെ വിളിക്കാമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഇറാൻ പ്രതിനിധി സംഘം വീണ്ടും പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമാധാന ചർച്ചകൾ സംബന്ധിച്ച് വീണ്ടും പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. എന്നാൽ US-മായി നേരിട്ടുള്ള ചർച്ച നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പാക് വൃത്തങ്ങൾ പറയുന്നത്. ചർച്ചകളുടെ മുന്നോടിയായി ഇസ്ലാമാബാദിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതായും പാക് വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും സൈനിക മേധാവി അസിം മുനീറുമായും ചർച്ചകൾ പൂർത്തിയാക്കിയതായാണ് ഇറാൻ സംഘം മസ്കറ്റിലേക്ക് തിരിച്ചത്. തങ്ങളുടെ ആവശ്യങ്ങൾ ഇവർ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തന്റെ പ്രതിനിധികളുടെ യാത്ര റദ്ദാക്കിയതെന്ന് ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൗസ് നേരത്തെ ഇവർ പാകിസ്ഥാനിലേക്ക് തിരിയുമെന്നും അറിയിച്ചിരുന്നു. ഇസ്ലാമാബാദിൽ കനത്ത സുരക്ഷയും ലോക്ക്ഡൌണും ഏർപ്പെടുത്തി ഒരാഴ്ചയായി പാകിസ്ഥാൻ ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു. എന്നാൽ നേരിട്ടുള്ള ചർച്ചയിൽ നിന്നും ഇറാൻ പിൻവാങ്ങിയത് തിരിച്ചടിയായിരുന്നു. ഇറാൻ സംഘം ഒമാൻ സന്ദർശനത്തിന് ശേഷം റഷ്യയിലേക്ക് പോകുമെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന വിവരങ്ങൾ. ഇവർ വീണ്ടും പാകിസ്ഥാനിലേക്ക് എത്തുമെന്ന സൂചനകളും നേരത്തെ വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.